വിക്രം ബൈക്കിൽ പോവുകയാണ്. ആ സമയം വേദിയുടെ മുത്തശ്ശി വിക്രമിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഫോണെടുത്ത് വിക്രം ആരാണെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ വേദിയുടെ മുത്തശ്ശിയാണ്. ആ സമയം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോൻ വീട്ടിലാണോ? അല്ല മുത്തശ്ശി, ഞാൻ ബൈക്കിൽ പോവുകയാണ്. അത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഞാനിപ്പോൾ മോനെ വിളിച്ചത് ഒരു കാര്യം പറയാനാ. അത് കേട്ട് വിക്രം പറയുന്നുണ്ട്, എന്താ കാര്യം? അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, വേദ ഞങ്ങളുടെ കൂടെ ഇല്ലാത്ത ആദ്യത്തെ പിറന്നാളാണ്. ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. അത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അതിന് ഞാൻ എന്ത് ചെയ്യാനാ മുത്തശ്ശി? അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മുത്തശ്ശി അവളെ വിളിച്ചുകൊണ്ട് പോ. എനിക്കൊരു വിരോധവുമില്ല. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ വരാനല്ലല്ലോ മോനെ അവളെ അങ്ങോട്ട് വിവാഹം കഴിപ്പിച്ചത്. അവളുടെ അച്ഛനെയും അമ്മയെയും വീട്ടുകാരെ എതിർത്ത് മോൻ്റെ വീട്ടിലേക്ക് വന്നത് അതിനല്ലല്ലോ. വേദമോൾക്ക് താലിയുടെ പവിത്രതയിൽ നല്ല വിശ്വാസമുണ്ട്. അത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഞാൻ അതിനെന്ത് ചെയ്യാനാ? ഇവിടെ എല്ലാവർക്കും മോളോട് ദേഷ്യമാണ്. വേദമോളുടെ പിറന്നാൾ ഇവിടെ ആഘോഷം പോലെയാണ് നടത്താറുള്ളത്. വേദമോളില്ലാത്ത ആദ്യത്തെ പിറന്നാളാണിത്. അതുകൊണ്ട് ഇക്കാര്യം മോനെ അറിയണമെന്ന് കരുതിയാണ് വിളിച്ചത്. വേദമോൾ ചിലപ്പോൾ പറയാൻ മടിക്കും. രാവിലെ തന്നെ വേദയെ അമ്പലത്തിൽ കൊണ്ടുപോകണം, അവളുടെ പേരിൽ പൂജ കഴിക്കണം. ഇത് പറയാനാണ് ഞാൻ വിളിച്ചത്. അത് കേട്ട് വിക്രം പറയുന്നുണ്ട്, നോക്കട്ടെ മുത്തശ്ശി. അങ്ങനെ മുത്തശ്ശി ഫോൺ വെക്കുകയാണ്. വിക്രം എന്തോ ചിന്തിച്ചതുപോലെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയം കമലയും ശ്രീജയും നന്ദിനി അവിടെ നിൽക്കുന്നുണ്ട്. വിക്രമിനെ കണ്ടതും കമലൻ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ പോയതല്ലേ, പിന്നെ എന്തിനാണ് തിരിച്ചു വന്നത്? ആ സമയം വിക്രം വേദിയെ നോക്കുന്നുണ്ട്. എന്നിട്ട് കമലത്തിനോട് ചോദിക്കുന്നുണ്ട്, വീട്ടിൽ പച്ചക്കറികളൊക്കെ കഴിഞ്ഞോ അമ്മേ, വലുത് വാങ്ങിക്കണോ? അത് കേട്ട് കമലം അതിശയത്തോടു കൂടി വിക്രമിനെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നന്ദിനിയും. അത് കേട്ട് കമലം ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെയൊന്നും ചോദിക്കാറില്ലല്ലോ, എന്ത് പറ്റി നിനക്ക്? വീട്ടുകാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയോ നീ? ഇത് കേട്ട് വേദ ചിരിക്കുന്നുണ്ട്. അത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോ, ഒന്ന് ചോദിക്കാനും പാടില്ലേ? അത് കേട്ട് കമലം പറയുന്നുണ്ട്, കുറച്ച് പച്ചക്കറികൾ ഇവിടെയുണ്ട്, ബാക്കി ഞാൻ പോയി വാങ്ങിച്ചോളാം, നീ പോയിക്കോ. എന്നിട്ട് വിക്രം വേദിയെ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്ക് നന്ദിനി പറയുന്നുണ്ട്, വിക്രം ഇപ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്, അമ്മയ്ക്ക് തോന്നിയില്ലേ? അത് കേട്ട് കമലം പറയുന്നുണ്ട്, അതെല്ലാം വേദമോള് വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളാ. കമല അങ്ങനെ പറയുന്നത് കേട്ട് നന്ദിനിയുടെ മുഖം മാറുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ വിക്രം കവർ നിറച്ചും പച്ചക്കറികളുമായി അങ്ങോട്ട് വരുന്നുണ്ട്. ഇത് കണ്ട് അത്ഭുതത്തോടു കൂടി എല്ലാവരും നോക്കുന്നുണ്ട്. ഇത് കൊണ്ടുവയ്ക്കമ്മേ, ഞാൻ പോവുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോകുന്നുണ്ട്. ഇത് കണ്ട് വേദ കമലത്തിനോട് ചോദിക്കുന്നുണ്ട്, വിക്രമിന് എന്ത് പറ്റിയമ്മേ? അങ്ങനെ വേദ പച്ചക്കറികൾ അകത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയായപ്പോൾ വിക്രം വേദിയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. വിക്രമിൻ്റെ ഫോൺ കോൾ കണ്ട് വേദ നെട്ടുകയാണ്. ഞാൻ അങ്ങോട്ട് വിളിച്ചാലും ഫോൺ എടുക്കാത്ത ആളാണ്, വിക്രമിന് ഇതെന്ത് പറ്റി എന്ന് വിചാരിച്ചുകൊണ്ട് വേദ ഫോൺ എടുക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് വിളിച്ചത്? എന്നെ തന്നെയാണ് വിളിച്ചത് എന്ന് വേദ ചോദിക്കുകയാണ്. എന്നെ തന്നെയാണ് വിളിച്ചത്, നിനക്ക് എന്തെങ്കിലും വേണോ? എന്താണ് ഇതിന് പിന്നിൽ? എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? എന്തോ പറ്റിയിട്ടുണ്ട്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, നിന്നെ വിളിച്ച് എന്നെ പറഞ്ഞാൽ മതി, നീ ഫോൺ വെച്ചിട്ട് പോയിക്കോ എന്ന് ദേഷ്യത്തോടു കൂടി പറയുകയാണ് വിക്രം. അങ്ങനെ ദേഷ്യത്തിൽ വിക്രം ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, നാളെ വേദിയുടെ പിറന്നാളല്ലേ, മുത്തശ്ശി പറഞ്ഞതുപോലെ കുറച്ചെങ്കിലും സന്തോഷം അവൾക്ക് കൊടുക്കേണ്ടേ. അങ്ങനെ വിക്രം ഒരു കടയിൽ കയറി കേക്ക് വാങ്ങിക്കുന്നുണ്ട്. വിക്രം അതുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി വേദിയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. മുത്തശ്ശി, ഞാൻ ഇവിടെ മുത്തശ്ശിയെ അച്ഛനെയും അമ്മയും അങ്ങനെ എല്ലാവരെയും ഓർത്തിരിക്കുകയായിരുന്നു. അത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, നാളെ മോളുടെ പിറന്നാളല്ലേ, രാവിലെ തന്നെ എനിക്ക് അമ്പലത്തിൽ പോകണം, മോളുടെ പേരിൽ പൂജ നടത്തണം, മോൾക്ക് വിഷമം തോന്നുന്നുണ്ടോ? അത് കേട്ട് വേദ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ മുത്തശ്ശി, എന്നും ജീവിതം ഒരുപോലെയാകില്ലല്ലോ. പിന്നെ വിക്രമിൻ്റെ സ്വഭാവം അത് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. വിക്രമിനെ എൻ്റെ ഭർത്താവായി ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണും മുത്തശ്ശി. അത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മോളുടെ കൂടെ ഭഗവാൻ എന്നും ഉണ്ടാകും. എന്നാൽ വെച്ചോട്ടെ മോളെ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ശരി മുത്തശ്ശി. അങ്ങനെ വേദ വേദിയുടെ പിറന്നാളും വീട്ടിലെ ആഘോഷങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്ത് വേദിയുടെ കണ്ണ് നിറയുന്നുണ്ട്. അപ്പോഴേക്ക് വിക്രം വരുന്നുണ്ട്. വേദ കരയുന്നത് വിക്രം ശ്രദ്ധിക്കുന്നുണ്ട്. വിക്രം വാച്ചിൽ സമയം നോക്കുന്നുണ്ട്. അങ്ങനെ വിക്രം പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്, ചോറെടുത്ത് വെക്കി. അത് കേട്ട് വേദ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് തന്നെയാണോ പറഞ്ഞേ? അത് കേട്ട് വിക്രം പറയുന്നുണ്ട്, നിന്നോട് തന്നെയാണ് പറഞ്ഞത്, നിനക്ക് പറ്റുമെങ്കിൽ ചെയ്യേ. അത് കേട്ട് വേദ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കുളിക്കൊന്നും വേണ്ടേ, വേഗം കുളിച്ചിട്ട് വാ. എവിടേക്കോ അലഞ്ഞു തിരിഞ്ഞ് വന്നിട്ട് കുളിയൊന്നുമില്ലേ? ഇത് കേൾക്കുമ്പോൾ വിക്രമിന് ദേഷ്യം വരികയാണ്. അത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഞാൻ കുളിച്ചോളാം, പോയി ചോറെടുത്ത് വെക്കി. അങ്ങനെ വിക്രം കുളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്.
അങ്ങനെ വിക്രം ബൈക്കിൽ നിന്ന് കേക്ക് എടുത്ത് തൻ്റെ റൂമിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അങ്ങനെ കുടിയെല്ലാം കഴിഞ്ഞ് വിക്രം വരുന്നുണ്ട്. വേദിയാണെങ്കിൽ ഭക്ഷണമെല്ലാം എടുത്തു വെച്ച് വിക്രമിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയം വിക്രം പറയുന്നുണ്ട്, ഞാൻ കഴിച്ചോളാം, നീ പോയിക്കോ, എനിക്ക് ആരുടെയും കൂട്ടൊന്നും ആവശ്യമില്ല. എന്നെ കണ്ടാൽ തന്നെ എനിക്ക് ചോറ് കഴിക്കാൻ തോന്നില്ല, ഒന്ന് പോയി തരാമോ? ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, കുറച്ച് മുൻപ് നിങ്ങൾ ഇങ്ങനെയൊന്നുമല്ലല്ലോ സംസാരിച്ചിരുന്നത്, ചോറെടുത്ത് വെക്കാനല്ലേ. ഞാൻ വിളമ്പി തരുന്ന ചോറ് കഴിക്കാനൊന്നും പ്രശ്നമില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദ ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വിക്രം സമയം നോക്കുന്നുണ്ട്. 11:55 കഴിഞ്ഞിരുന്നു. വിക്രം റൂമിലേക്ക് വന്നപ്പോൾ വേദ കിടക്കാനായിട്ട് ബെഡ്ഷീറ്റ് വിരിക്കുന്നുണ്ട്. ഇത് കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട്, നീയൊന്നും ഇത് പതിവാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഇന്നൊരു ദിവസം, നാളെ മുതൽ നിനക്ക് കിടക്കാനൊരു സ്ഥലമുണ്ടായിരുന്നല്ലോ, അവിടെ തന്നെ കിടന്നാൽ മതി. അത് കേട്ട് വേദ ചോദിക്കുന്നുണ്ട്, അതെന്താ ഇന്നൊരു ദിവസം? അത് കേട്ട് വിക്രം പറയുന്നുണ്ട്, നാളെ റൂമിനൊരു പൂട്ട് വെക്കുന്നുണ്ട്, അതോടുകൂടി നിനക്ക് അകത്ത് കയറാൻ പറ്റില്ല. അത് കേട്ട് വേദ പറയുന്നുണ്ട്, ആ താക്കോൽ ഞാൻ തല്ലി പൊട്ടിക്കും, നിങ്ങൾ അങ്ങനെ ചെയ്താൽ അത് വേണോ? അപ്പോഴേക്കും വിക്രം വേദിയോട് പറയുന്നുണ്ട്, എൻ്റെ ഷർട്ട് പുറത്ത് കിടക്കുന്നുണ്ട്, നീ അതൊന്ന് എടുത്തു കൊണ്ടുവാ. അത് കേട്ട് വേദ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ റൂമിൽ നിന്ന് പുറത്താക്കാനുള്ള ഐഡിയ അല്ലേ, അത് നടക്കത്തില്ല. അപ്പോഴേക്കും വിക്രം കേക്കെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മെഴുകുതിരിയൊക്കെ എടുത്ത് വെക്കുകയാണ്. അങ്ങനെ വേദ റൂമിലേക്ക് വരുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ആക്കുകയാണ്. അപ്പോഴേക്കും മെഴുകുതിരിയെല്ലാം കത്തിക്കുന്നുണ്ട്. അങ്ങനെ വേദ ഇതെല്ലാം കണ്ട് നെട്ടി നിൽക്കുകയാണ്. മെഴുകുതിരിയും കേക്കുമെല്ലാം കണ്ടപ്പോൾ വേദയ്ക്ക് സന്തോഷം അടക്കാനായില്ല. എന്നിട്ട് വിക്രം ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ഹാപ്പി ബർത്ത്ഡേ വേദ. ഇത് കണ്ട് വേദയ്ക്ക് കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ അറിയാം എൻ്റെ പിറന്നാളാണെന്ന്? ആരാ പറഞ്ഞത്? അത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അതൊന്നും നീ അറിയണ്ട, ആ കേക്ക് മുറിക്ക്. ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് കേക്ക് മുറിക്കുന്നുണ്ട്. എന്നിട്ടൊരു കഷ്ണം കേക്ക് എടുത്ത് വിക്രമിന് നേരെ നീട്ടുകയാണ് വേദ. അങ്ങനെ വിക്രം ആ കേക്കിൽ നിന്നൊരു കഷ്ണം എടുത്ത് വേദിയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ വേദിക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ വിക്രം പറയുന്നുണ്ട്, നാളെ രാവിലെ അമ്പലത്തിൽ പോകണ്ടേ, പോയി കിടന്നോ? അങ്ങനെ വേദ പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് സന്തോഷമായി വിക്രം, ഇന്ന് എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. അത് കേട്ട് വിക്രം പറയുന്നുണ്ട്, നീ അധികം സെൻറ്റി അടിക്കേണ്ട, നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇങ്ങനെ ചെയ്തത്, നീ ഒരു മഹാറാണിയെ പോലെ ജീവിച്ചതല്ലേ, ഇത്രയെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അത് മോശമല്ലേ? അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ നീ കരുതുന്നത് പോലെ ഒന്നുമില്ല. നീ ഒന്ന് കാട് കയറി ചിന്തിക്കുകയും വേണ്ട. ഇത് കേട്ട് വേദ വിക്രമിനെ കണ്ണുരുട്ടി നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇത്രയും നേരം പറഞ്ഞത് വേസ്റ്റായി, നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ ഉറങ്ങുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് വേദ ഉറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. ഇത് കണ്ട വിക്രമിന് ചിരി വരുന്നുണ്ട്. അങ്ങനെ വിക്രമ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ രാവിലെ വിക്രമിനെ തട്ടി വിളിക്കുന്നുണ്ട് വേദ. വേദയെ കണ്ട വിക്രം കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട്. അങ്ങനെ വേദ ഒരുങ്ങി സുന്ദരിയായി അവിടെ നിൽക്കുകയാണ്. ആ സമയം വിക്രം ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ വേഷത്തിൽ? സ്വപ്നമൊന്നുമല്ലല്ലോ കാണുന്നത്. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, നിങ്ങളല്ലേ പറഞ്ഞത് ക്ഷേത്രത്തിൽ പോകണമെന്ന്? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ശരിയാണല്ലോ, ഞാൻ അങ്ങ് മറന്നുപോയി, കുളിച്ചിട്ട് വരാം. അപ്പോഴേക്കും വേദ വിക്രമിന് ചായ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ചിരിച്ചുകൊണ്ട് വേദ വിക്രമിന് ചായ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിക്രം ചായ കുടിച്ചുകൊണ്ട് വേദയുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്. ഇത് കണ്ട വേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ നോട്ടമൊന്നും ശരിയല്ല കേട്ടോ, കള്ളന്മാരെ പോലെയാണല്ലോ നോക്കുന്നത്. ഇത് കേട്ട വിക്രം പറയുന്നുണ്ട്, നിനക്ക് ഞാൻ കള്ളനും ഗുണ്ടയും ഒക്കെ ആണല്ലോ, ഇങ്ങനെ നോക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇത് കേട്ട വേദ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, നീ പോയിക്കോ, ഞാൻ കുളിച്ച് റെഡിയായി വന്നോളാം. അങ്ങനെ വേദ കമലത്തിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, അമ്മേ, ഞാനും വിക്രമും അമ്പലത്തിൽ പോയിട്ട് വരാം. ഇത് കണ്ട നന്ദിനി ചോദിക്കുന്നുണ്ട്, നീ രാവിലെ ഒരുങ്ങി എങ്ങോട്ട് പോവുകയാണ്? ആ സമയം വേദ പറയുന്നുണ്ട്, ഞാൻ മാത്രമല്ല, വിക്രമുമുണ്ട് എൻ്റെ കൂടെ, എൻ്റെ പിറന്നാളാണ്, അതുകൊണ്ട് വിക്രം എന്നെ അമ്പലത്തിൽ കൊണ്ടുപോവുകയാണ്. അത് കേട്ട് നന്ദിനി പറയുന്നുണ്ട്, അത് നിൻ്റെ സ്വപ്നമാണ്, വിക്രം ഒരിക്കലും നിന്നെ അമ്പലത്തിൽ കൊണ്ടുപോകില്ല, മോൾ ഇതൊന്നും വിശ്വസിക്കേണ്ട. അത് കേട്ട് കമലം പറയുന്നുണ്ട്, മോൾ പറഞ്ഞത് സത്യം തന്നെയാണ്, നിനക്ക് സംശയമുണ്ടെങ്കിൽ വിക്രമിനോട് പോയി ചോദിക്ക്, അപ്പോൾ അറിയാം. അങ്ങനെ വിക്രം വിളിക്കുന്നുണ്ട്. അത് കേട്ട് കമലം വേദയോട് പറയുന്നുണ്ട്, വേദ, വിക്രം വിളിക്കുന്നുണ്ട്, മോൾ അങ്ങോട്ട് പോയിക്കോ. ഇത് കേട്ട് നന്ദിനിയെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് വേദ പോവുകയാണ്. അങ്ങനെ നന്ദിനി പിറകെ ചെന്ന് വിക്രമിനെ വിളിക്കുന്നുണ്ട്, എവിടെ പോവുകയാണ് ഇവളെയും കൊണ്ട്? നന്ദിനി എടുത്തി, ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ്. ഇത് കേട്ട് നന്ദിനി അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, എന്താടാ ഇത്? ഇന്നലെ വരെ നിനക്ക് ഇവളോട് ദേഷ്യം വെറുപ്പുമായിരുന്നു, ഇത്ര പെട്ടെന്ന് നിന്റെ മനസ്സ് മാറിയോ? ഇവൾ എന്ത് മരുന്നാണ് നിനക്ക് തന്നത് നിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട്? അല്ല, ഇത്രയും കാലം നീ അഭിനയിക്കുകയായിരുന്നോ? ഇവളോട് സ്നേഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഏട്ടത്തി വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ ഇവളെയും കൊണ്ട് സിനിമയ്ക്കൊന്നുമല്ലല്ലോ പോകുന്നത്, അമ്പലത്തിലേക്കല്ലേ, അതിനിപ്പോൾ എന്താണ് കുഴപ്പം? ഇത് കേൾക്കുമ്പോൾ വേദ നന്ദിയെ നോക്കി ചിരിക്കുന്നുണ്ട്.
എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം നന്ദിനി എടുത്തി. ഇത് കേട്ടത് ഒന്നും പറയാനാകാതെ വാടിയ മുഖമായി നിൽക്കുകയാണ് നന്ദിനി. അങ്ങനെ ബൈക്കിൽ കയറുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട്, അമ്മേ നല്ല സദ്യയൊക്കെ ഉണ്ടാക്കി വെക്കി, ഇന്ന് ഇവളുടെ പിറന്നാളല്ലേ, ഒന്നിനെ കുറവും ഉണ്ടാകണ്ട. അത് കേട്ട് കമലൻ പറയുന്നുണ്ട്, ഞാനെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളാം. നീ ഇന്നലെ പച്ചക്കറികളെല്ലാം കൊണ്ടുവന്നത് ഇതിനായിരുന്നല്ലേ? കമലൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വിക്രം വേദിയും പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് കമല. അങ്ങനെ നന്ദിനി ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ശ്രീജ ചോദിക്കുന്നുണ്ട്, എന്താ നന്ദിനി നീ വിഷമിച്ചിരിക്കുന്നത്? ശ്രീജയെടുത്ത് തന്നെ ആലോചിച്ച് നോക്കൂ. ഇന്നലെ അവനെ കീരിയും പാമ്പുമായി നടന്നിരുന്നവരാ ഇന്നത്തെ അമ്പലത്തിൽ പോയിരിക്കുന്നു. ഇതിനിടയിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു. അവൻ്റെ റൂമിലാണല്ലോ അവൾ കിടക്കുന്നത്. അത് കേട്ട് ശ്രീജ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതിന് നന്ദിനിക്ക് എന്താ? അവർ സന്തോഷമായി ജീവിക്കട്ടെ. അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, അവരൊരുമിച്ച് റൂമിൽ കിടന്നു എന്ന് കരുതി അതിന് നമുക്ക് എന്താ? നന്ദിനിയുടെ കാര്യം നോക്ക്. ആ പച്ചക്കറി ഒന്ന് അരിഞ്ഞേ, സദ്യയൊക്കെ ഉണ്ടാക്കണ്ടേ? ഇത് വേദിയുടെ പിറന്നാളല്ലേ. അത് കേട്ട് നന്ദിനി പറയുന്നുണ്ട്, അവൾക്ക് സദ്യ ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല, എനിക്കൊന്നും ചെയ്യാനും വയ്യ. ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദിനി പോകുന്നുണ്ട്. അങ്ങനെ അമ്പലത്തിന് മുന്നിൽ ബൈക്ക് നിർത്തുന്നുണ്ട്. ആ സമയം വേദ തൊഴാൻ വേണ്ടി പോവുകയാണ്. അത് കാണുമ്പോൾ വിക്രം പറയുന്നുണ്ട്, നീ നിൽക്ക്, ഞാൻ വരുന്നുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. വിക്രമിൻ്റെ സ്വഭാവമെല്ലാം മാറി നല്ല രീതിയിലാകാൻ വേദ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ വേദിയുടെ പേരിൽ വിക്രം അർച്ചന നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം വേദ വിക്രമിനോട് പറയുന്നുണ്ട്, എൻ്റെ പിറന്നാളാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? മുത്തശ്ശി നിങ്ങളെ വിളിച്ചിരുന്നോ? മുത്തശ്ശി എന്നെ വിളിച്ചിരുന്നു, അല്ലാതെ നിന്റെ പിറന്നാൾ ഞാൻ എങ്ങനെ അറിയാനാ? നിന്നെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ക്ഷേത്രനടയിൽ വെച്ചിട്ടല്ലേ, അല്ലാതെ നിന്നെക്കുറിച്ച് എനിക്ക് എന്തറിയാം? ആ സമയം വേദ പറയുന്നുണ്ട്, ഇന്നെൻ്റെ പിറന്നാളായിട്ട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ വിക്രം അത് സാധിച്ചു തരുമോ? അത് കേട്ട് വിക്രം വേദിയെ ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. നീ ആദ്യം കാര്യം പറ. അത് കേട്ട് വേദ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യും. നിങ്ങളെക്കൊണ്ട് സാധിക്കാത്ത കാര്യമൊന്നുമല്ല, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യം തന്നെയാണ്. ഒന്ന് സത്യം ചെയ്യാമോ? അത് കേട്ട് വിക്രം പറയുന്നുണ്ട്, നീ കൂടുതൽ വിശദീകരിക്കാതെ കാര്യം പറയടി. അത് കേട്ട് വേദ പറയുന്നുണ്ട്, സത്യം ചെയ്യേ. അങ്ങനെ വിക്രം വേദയുടെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യുന്നുണ്ട്. എന്താ കാര്യം ഒന്ന് പറ. വിക്രമിൻ്റെ കയ്യിലിരിക്കുന്ന സിന്ദൂരം എൻ്റെ നെറ്റിയിൽ തൊട്ട് തരുമോ? ഇത് കേട്ട് വിക്രം വേദയെ കണ്ണെടുക്കാതെ നോക്കുകയാണ്. അതൊന്നും പറ്റില്ല, നീ വേറെ എന്തെങ്കിലും പറ. വിക്രം അന്ന് എൻ്റെ അനുവാദമില്ലാതെ എന്നെ താലി കെട്ടി, അന്ന് സിന്ദൂരം തൊട്ടിരുന്നില്ല, ഒരു പെണ്ണിൻ്റെ അവകാശമാണ് ചോദിച്ചത്. അങ്ങനെ വിക്രം വേദിയുടെ നെറ്റിൽ സിന്ദൂരം തൊട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയം വേദ വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട്.